എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഡോട്ട്സ് 365 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഈശായോഗയിലേക്കാണ്. കോയമ്പത്തൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളിയങ്കരി മലയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഈശായോഗയുള്ളത്. പോകാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല, പുതിയ കാഴ്ചകളോ ആയിരിക്കില്ല. എന്നാലും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് ഒരു മഴ സമയത്തായിരുന്നു. നല്ല മഴക്കോളുണ്ടായിരുന്ന സമയത്താണ് കേട്ടോ ഞങ്ങളവിടെ എത്തിപ്പെട്ടത്. കനത്ത മഴ തന്നെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ദൈവം ഞങ്ങളെ സഹായിച്ചു. അധികം മഴ ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ കാലാവസ്ഥയിൽ ഈശായോഗ ശിവൻ്റെ സ്റ്റാച്യു കാണാൻ ഭയങ്കര രസമായിരുന്നു. എന്തോ ദൈവം തന്നെ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനുഗ്രഹം തന്ന പോലെയൊക്കെയാണ് കേട്ടോ ഒരു ഫീൽ ഉണ്ടായിരുന്നത്. ഒരു ശാന്തി, സമാധാനം ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ മുഴുവനായിട്ടുണ്ടായിരുന്നത്. നല്ല കാറ്റും, തുറന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. ഇനി ഇവിടെ വരാത്തവരാണെന്നുണ്ടെങ്കിൽ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും ശിവൻ്റെ സ്റ്റാച്യുവിലേക്ക് എത്താൻ നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അതുമല്ലാതെ ഈ ശിവൻ്റെ സ്റ്റാച്യുവിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് കേട്ടോ മഹാലിംഗം, ലിംഗഭൈരവി, സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട്, പിന്നെ യോഗ ചെയ്യാനുള്ള സ്പേസ്, അതെല്ലാം ഇതിൻ്റെ പുറകുവശത്താണുള്ളത്. കുറച്ചധികം ദൂരം തന്നെ നടക്കാനുണ്ട്. ഇനിയിപ്പോൾ നടക്കാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള സൗകര്യവും അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. കാളവണ്ടി ഉണ്ട്, അതുമല്ലാതെ അവരുടെ തന്നെ വണ്ടിയുണ്ട്. അതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും. 2018 ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ വർക്കൊക്കെ പ്രോഗ്രസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അന്ന് ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. നല്ല സമാധാനത്തോടെ ഞങ്ങൾക്കുള്ളിലെ കാഴ്ചകളും എല്ലാം കണ്ടിട്ട് ആസ്വദിച്ച് വരാൻ പറ്റി. പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ കൂടി വരുന്നുണ്ട്. കാരണം ശിവരാത്രി എന്ന് പറയുന്ന മഹോത്സവത്തിന് സദ്ഗുരു ഇവിടെ നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ലോകമെമ്പാടുമുള്ള ആൾക്കാരും ഇവിടെ എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് തനിയെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിന് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഫീലാണ്. അതുപോലെ തന്നെ ഹീലിംഗ് പ്രോപ്പർട്ടിയും കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ മനസ്സ് തനിയെ ക്വൈറ്റ് ആൻഡ് കാം ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്രാവശ്യം ഞങ്ങൾ ബാക്കിലോട്ട് പോകുന്നത് നടന്നിട്ടാണ്. കാരണം മഴയും കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടെ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ ബിലോങ്ങിങ്സ്, ഫോൺ, അതുപോലെ തന്നെ നമ്മളെ ചെരുപ്പ് വരെ അവിടെ അഴിക്കണം. വെളിയിൽ ഉള്ളിലേക്ക് ഒന്നും പ്രവേശനമല്ല കേട്ടോ. അവിടെയാണ് സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട് എന്നീ സ്ഥലങ്ങളുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുളം പോലെ തന്നെയാണ്. തീർത്ഥക്കുളങ്ങളാണ് കേട്ടോ. സൂര്യകുണ്ട് എന്ന് പറയുന്ന കുളത്തിൽ പുരുഷന്മാർക്ക് കുളിക്കാനുള്ളതാണ്. സൂര്യകുണ്ടിൽ മുങ്ങി എണീക്കുന്നതോടുകൂടി അവരുടെ ബോഡി മുഴുവൻ എനർജൈസ് ആവുമെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ആ തീർത്ഥക്കുളത്തിൻ്റെ താഴെ സൂര്യൻ്റെ പ്രതീകമായിട്ട് ഒരു ചെമ്പ് പാനൽ വെച്ചിട്ടുണ്ട്. അത് ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നിലനിർത്തുമെന്നാണ് പറയുന്നത്. സോ അങ്ങനെ അവർ ആരാണോ അതിൻ്റെ ഉള്ളിൽ പോയി മുങ്ങി എണീറ്റ് വരുന്നത് അവരുടെ ബോഡി മുഴുവൻ ഒരു എനർജി ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള തീർത്ഥക്കുളത്തിൻ്റെ പേരാണ് ചന്ദ്രകുണ്ട്. അതിൽ ചന്ദ്രൻ്റെ കുളിർമയും ശാന്തിയും നിലനിർത്തുന്ന രീതിയിലാണ് കേട്ടോ അത് കെട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ അതിൽ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിനും ശരീരത്തിനും നല്ലൊരു കുളിർമയും ശാന്തിയും ഒക്കെ ലഭിക്കുമെന്നാണ് കേട്ടോ പറയുന്നത്. ധ്യാനലിംഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ തീർത്ഥകുളങ്ങളിൽ കുളിച്ചിട്ട് വേണം പോവാൻ എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ ഒരു റീസൺ നമ്മളുടെ ശരീരത്തിലെ എനർജീനെ ഈക്വലൈസ് ചെയ്യാനുള്ള ശേഷി അതിലെ വെള്ളത്തിനുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ധ്യാനലിംഗത്തിൽ നിന്നുള്ള ഹൈ ലെവൽ ഓഫ് എനർജീനെ സ്വീകരിക്കാൻ നമ്മളുടെ ശരീരത്തിനെ പ്രാപ്തമാക്കാൻ എന്നുള്ള ഉദ്ദേശം കൂടെ ഇതിനുണ്ട് കേട്ടോ. ഇതിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ലിംഗങ്ങൾ മെർക്കുറി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങൾ കൂടെ ഈ വെള്ളത്തിനുണ്ട്. ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്യാനലിംഗത്തിൽ കയറി ശിവലിംഗത്തിൽ ധാര ഒഴിക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ഇവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം, ധ്യാനലിംഗത്തിൽ ശിവലിംഗത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ധാര ഒഴിക്കണമെങ്കിൽ ലാഡറിലൊക്കെ കയറിയിട്ട് വേണം ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ അച്ചു ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അവനെ കയറാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അതിൽ ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ താഴെ ധ്യാനത്തിന് ഇരുത്തിയിട്ടാണ് ഞങ്ങൾ കയറിപ്പോയത്. അതിനുശേഷം ലിംഗഭൈരവിയും കൂടെ കണ്ടിട്ട് വേണം കേട്ടോ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. ദേവീ രൂപത്തിലുള്ള ലിംഗമാണ് ലിംഗഭൈരവി. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ദൈവത്തിൻ്റെ രൂപത്തിലാണ് കേട്ടോ അവിടെ ശില്പം ചെയ്തു വെച്ചിരിക്കുന്നത്. 11 അടിയോളം നീളം വരുന്ന ദേവിയുടെ രൂപത്തിന് 3 കണ്ണുകളാണുള്ളത്. അത് ചന്ദ്രനെയും സൂര്യനെയും അഗ്നിയെയും സൂചിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് നേർച്ചകളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് കുങ്കുമമാണ്. അതിൻ്റെ കൂടെ കറുത്ത ചരടും ഒരു വേപ്പിലയും കൂടെ തരും. വേപ്പില കഴിക്കാനാണ് കേട്ടോ തരുന്നത്. ദേവിയെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് ആ വേപ്പില കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനത്ര കയ്പൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ
അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഇവിടെ ലൈറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രണ്ടിലായിട്ട് എത്തുമ്പോഴേക്കും ലൈറ്റിംഗ് ഒക്കെ തുടങ്ങി. അതുകൊണ്ട് തന്നെ സൈഡിൽ നിന്നിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ലൈറ്റിംഗ് ഒക്കെ കണ്ടത്. കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അവിടെ കർപ്പൂരം കൊളുത്തുന്നുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ പോയി തൊഴുതു. അത്രയും അടുത്ത് നിന്ന് ശിവനെ കണ്ടപ്പോൾ എന്തോ മനസ്സിന് വല്ലാതെ നിറഞ്ഞ പോലെ തോന്നി കേട്ടോ. ഇത്രത്തോളം തിരക്കുണ്ടെങ്കിലും തൊഴുതുന്നവരൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സ്ഥലം വിശാലമായതുകൊണ്ട് തന്നെ അധികം തിരക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇവിടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിൽക്കാൻ നല്ലൊരു ഫീലാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കർപ്പൂരം തൊഴുതി, പ്രസാദം കിട്ടി. കഴിഞ്ഞ തവണ വന്നപ്പോഴൊന്നും പ്രസാദവും കർപ്പൂരവും ഒന്നും തൊഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഉണ്ടാവാഞ്ഞിട്ടാണോ അതോ ഞങ്ങൾക്ക് കിട്ടാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പോകുന്ന സമയത്തൊക്കെ ഈ ലൈറ്റിംഗ് പരിപാടി കഴിഞ്ഞിട്ട് തൊഴുതാനൊന്നും നിൽക്കില്ല കേട്ടോ. കാറ് പാർക്ക് ചെയ്തതിൻ്റെ അവിടെ തിരക്ക് വരുമല്ലോ എന്ന് ഓർത്തിട്ട് കാർ എടുക്കാനായിട്ട് വേഗം ഓടിച്ചാടി കാറിൻ്റെ അടുത്ത് പോയി അങ്ങനെ വരാറാണ് പതിവ്. അതുകൊണ്ടായിരിക്കും ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയാതെ പോയത്. അതുപോലെ ഇപ്രാവശ്യം തൊഴുതൊക്കെ കഴിഞ്ഞ് കാറിൻ്റെ അടുത്തോട്ട് നടക്കാമെന്ന് വിചാരിച്ച് നടക്കുന്ന സമയത്താണ് ഒരു ഭാഗത്ത് നീണ്ട ക്യൂ കണ്ടത്. അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളും കയറി നിന്നു ക്യൂവിൽ. അപ്പോഴാണത് പ്രസാദമാണെന്ന് അറിഞ്ഞതും ഞങ്ങൾക്കും പ്രസാദം കിട്ടിയതും കേട്ടോ. സാമ്പാർ സാദവും അതുപോലെ വെള്ളത്തിൻ്റെ ഒരു പായസവും കൂടിയിട്ടായിരുന്നു കേട്ടോ പ്രസാദമായിട്ട് കിട്ടിയത്. അതൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് ദേ ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഞാൻ ആദ്യം പേടിച്ചു പോയി. പിന്നെ മനസ്സിലായി അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വരുന്നതാണെന്നും. അടുത്ത് വന്ന ആളുടെ അടുത്ത് ഭക്ഷണം ചോദിച്ചപ്പോഴും പേടിക്കാതെ ആളുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം അതിന് കൊടുത്തു കേട്ടോ. നമ്മൾ ശരിക്കും പേടി തോന്നും. കാരണം അതിൻ്റെ കൊമ്പൊക്കെ കണ്ടാൽ തന്നെ അടുത്ത് വന്ന് കുത്തോ എന്നൊക്കെ പേടി ഉണ്ടാവും. പക്ഷെ അതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആരെയും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അതിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആളുടെ അടുത്തേക്ക് വരുന്നതും നിൽക്കുന്നതും ഒക്കെ. ആദ്യം ഇരുന്ന സ്ഥലത്ത് നിന്നും ആൾ മാറിപ്പോയിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പിന്നാലെ അത് പോയിട്ട് ഭക്ഷണം വീണ്ടും ചോദിക്കേണ്ടായി കേട്ടോ. അതൊക്കെ നല്ല കാഴ്ചകളായിരുന്നു. അദ്ദേഹം സ്നേഹത്തോടെ കാളയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നോക്കി ഞാൻ കുറേ നേരം നിന്നു. കാളനെ കുറച്ച് പേടിയാണെങ്കിലും ഇങ്ങനെ വന്ന് ഭക്ഷണം ചോദിക്കുന്ന സമയത്ത് എനിക്ക് പാവവും സഹതാപവും സങ്കടമൊക്കെ തോന്നി കേട്ടോ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെയും തൊട്ട ആളുടെ അടുത്ത് പോയി വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. ആൾക്കാർ പറ്റുന്ന പോലെ അവരുടെ കയ്യിലുള്ള ഭക്ഷണം അതിന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.